ഹായ് ഓൾ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് പ്രൊഡക്ഷനിൽ സോഫിയ പോൾ നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതരായ ഇന്ദ്രനീൽ ആൻഡ് രാഹുലാണ്. പ്രധാന കഥാപാത്രമായ ഉജ്ജ്വലനായി രംഗത്തെത്തിയത് ശ്രീനിവാസൻ്റെ മകനേക്കാൾ ഒരു അഭിനേതാവ് എന്നതിനേക്കാൾ ഇൻ്റർവ്യൂസിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഇൻ്റർവ്യൂ സ്റ്റാർ എന്ന് പോലും വിളിപ്പേരുള്ള ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കഥ പറയാൻ വരുന്ന എല്ലാവരെയും ഒരാളെപ്പോലും നിരാശപ്പെടുത്താതെ, എന്തിന് കൊണ്ടുവരുന്ന കഥയുടെ വൺലൈൻ പോലും കേൾക്കാതെ ഡേറ്റ് കൊടുക്കുന്ന ഉദാരമനസ്കനായ, അങ്ങനെ സ്ഥിരം മലയാള സിനിമയിൽ ബോംബുകളിടുന്ന, സിനിമ ബോംബായതിനു ശേഷം അത് ബോംബാകുമായിരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന തരത്തിലുള്ള വീരസ്യങ്ങളൊക്കെ വിളമ്പുന്ന ഒരാളായതുകൊണ്ട് OTT വന്നാൽ പോലും ഞാൻ ധ്യാനിൻ്റെ പടക്ക ഫാക്ടറിയിൽ നിന്ന് വരുന്ന സിനിമകൾ കാണാറില്ല. അതിൻ്റെ അടുത്തൂടെ പോലും പോകാറില്ലായിരുന്നു. അതുപോലെ ക്യാഷ് കൊടുത്ത് അയാളുടെ സിനിമകൾ കാണുന്ന പ്രേക്ഷകനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ഒരു സിനിമാ പ്രവർത്തകന് ചേർന്നതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അരോചകമായി തോന്നിയിട്ടുണ്ട് ആ രീതിയിലുള്ള സംസാരങ്ങൾ. പുള്ളിക്കില്ലായിരിക്കും, പക്ഷേ ഈ സിനിമയിലുള്ള എൻ്റെ വിശ്വാസം ഇതിൻ്റെ നിർമ്മാതാവിലുള്ള വിശ്വാസമായിരുന്നു. മിന്നൽ മുരളി പോലെ എന്നും മലയാളത്തിന് അഭിമാനിക്കാവുന്ന സിനിമകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള സോഫിയ പോൾ എന്ന നിർമ്മാതാവിനുള്ള വിശ്വാസം. ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പു പറയാൻ സാധിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. കഥയിലേക്ക് കടന്നാൽ ഇതും മിന്നൽ മുരളി പോലെ ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ശാന്തവും സമാധാനവുമായി പോകുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലർ എത്തുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നർമ്മത്തിൻ്റെ മേമ്പൊടിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എടുത്തു പറയാം, ഈ സിനിമയിലെ ഹ്യൂമർ പോർഷൻസും സംഭാഷണങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ത്രില്ലർ എന്ന രീതിയിൽ നോക്കിയാൽ പ്രതീക്ഷിച്ചൊരു സംതൃപ്തി ചിത്രം എനിക്ക് നൽകിയില്ല. കില്ലറിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടുമടുത്ത ഒരു കഥ, നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു പഴം കഥ എന്നതിനേക്കാൾ ഉപരി ഒരു ഇമ്പാക്റ്റ് എന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഈ സിനിമ ഒരു സീരിയസ് മോഡിൽ പോയ ത്രില്ലറായി എടുത്തിരുന്നെങ്കിൽ റിസൾട്ട് വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ. ത്രില്ലർ നിരാശപ്പെടുത്തിയെങ്കിലും കോമഡിയിലൂടെ കഥ പറഞ്ഞ് പോകുന്നത് കൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇരട്ട സംവിധായകർ ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ തീർച്ചയായിട്ടും മുന്നോട്ട് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാന പോസിറ്റീവ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായി പോയിട്ട് സെക്കൻഡ് ഹാഫ് സിനിമ കുറച്ച് ഡൗണായി പോയപ്പോൾ അതിനെ താങ്ങി നിർത്താൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും ഉപകരിച്ചു. വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് കഥാപാത്രങ്ങളുടെ മികച്ച പെർഫോമൻസാണ്. കേന്ദ്ര കഥാപാത്രമായ ധ്യാൻ വളരെ നന്നായി തന്നെ ഉജ്ജ്വലിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഒതുക്കമുള്ള മികച്ച പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഗംഭീര പ്രകടനമായിരുന്നു റോണി ഡേവിഡ്. SI സച്ചിനായി റോണി ഡേവിഡ് നല്ല പ്രകടനമായിരുന്നു. കോട്ടയം നസീറും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു. ഹ്യൂമർ പോർഷൻസൊക്കെ കലക്കനായി ഇവർ രണ്ടുപേരും കസറിയിട്ടുണ്ട്. ഒപ്പം സിജു വിൽസൺ, സീമാജി നായർ, ജഗദീഷ്, കലാഭവൻ നവാസ് എല്ലാവരും തന്നെ അസലായി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇതോടൊപ്പം റീൽസിലൂടെ ശ്രദ്ധേയരായ യുവതാരങ്ങളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ധ്യാൻ ശ്രീനിവാസനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. താങ്കൾ നല്ലൊരു നടനാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരേ ഒരാൾ മലയാളികളിൽ ചിലപ്പോൾ താങ്കൾ മാത്രമായിരിക്കണം. തിര, വർഷങ്ങൾക്ക് ശേഷം ഉടൽ എന്നീ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം പിന്നെ ഇതിലാണ് കൊള്ളാവുന്നൊരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സിനിമാമോഹികളായ ചെറുപ്പക്കാർ, പാരമ്പര്യങ്ങളൊന്നുമില്ലാത്തവർ സിനിമ എന്ന സ്വപ്നത്തിന് പുറകെ അലയുന്നുണ്ട്. താങ്കൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദയവ് ചെയ്ത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു രീതിയിൽ നല്ല കഥ നോക്കി സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ മികച്ച കഥാപാത്രങ്ങളെ താങ്കളിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും നിലവാരമുള്ള നർമ്മരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം ത്രില്ലർ എന്ന രീതിയിൽ നമ്മളെ കുറച്ച് നിരാശപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരു എബോവ് ആവറേജ് മൂവി ആയിട്ട് വിലയിരുത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നന്ദി.